ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന ഗോതമ്പ് പൊടി കൊണ്ട് ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്സ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പൊടിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കപ്പ് ഞാൻ എടുത്തിട്ട് നമ്മൾ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചോറാണ്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് നമ്മൾ 1/2 കപ്പ് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു സ്പൂൺ എന്തെങ്കിലും എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിയും ചോറൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു മിക്സിൻ്റെ ജാർ എടുക്കാം. നന്നായിട്ട് കുഴച്ചതിന് ശേഷം മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പൊടി ഇട്ടെടുക്കാം. നമ്മൾ ഈ കുഴച്ചെടുത്ത പൊടി കുറേശ്ശെ ഇതിലേക്ക് ഇട്ടെടുക്കാം. അതായത് ഒരു പകുതിയോളം നമ്മൾ ഇട്ടിട്ട് ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പകുതി പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം. അപ്പോൾ ഞാനിതവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആ ചോറിൻ്റെ ഒരു നനവ് തന്നെ മതി. പൊടിയൊന്ന് നനഞ്ഞതുപോലെ ഉണ്ട് കേട്ടോ. ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ബാക്കിയുള്ളതും കൂടെ ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതും ഞാൻ പൊടിച്ച് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പുട്ടിനൊക്കെ കുഴക്കില്ലേ, അതുപോലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു രീതിക്കാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. അതായത് കട്ട പിടിച്ച ഇതൊക്കെ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇടർത്തി ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയത് ഇട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ശർക്കരപ്പൊടി ഇല്ലാത്തവർ ശർക്കര എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് നമ്മളിതിലേക്ക് ഇട്ടെടുക്കാം. മധുരത്തിന് ആവശ്യമായുള്ളത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാൻ 2 കഷ്ണം എടുത്തിട്ടുണ്ട്. മധുരം കുറവ് ആവശ്യമുള്ളവർ 1 കഷ്ണം എടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 3 ഏലക്കായ ഇട്ടെടുക്കാം. അല്ലാണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ടെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ കുഴച്ചെടുത്ത അതേപോലെ തന്നെ നമ്മളിപ്പോഴും കുഴച്ചെടുക്കണം. അതായത് കൈയിട്ട് ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മുടെ ശർക്കര പൊടിയൊക്കെ ചെറിയ കട്ടകൾ ഉണ്ടാവും. ഞാൻ ശർക്കര പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ശർക്കരപ്പൊടി കടയിൽ നിന്നൊക്കെ കിട്ടും. അങ്ങനെ ഉള്ളവരാണെങ്കിൽ പൊടി ഇട്ടെടുത്താൽ മതിയാവും. അല്ലാണ്ട് ഈ ശർക്കര ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് ഇട്ടെടുക്കാം. അച്ചി ശർക്കരയാണ് ഞാൻ ഇതിന് എടുത്തിട്ടുള്ളത്. മധുരം കുറവുള്ളവർ 1 ശർക്കര എടുത്താൽ മതിയാവും കേട്ടോ. ഈ ഒരു കപ്പിന് 1 അച്ചി ശർക്കര മതിയാവും. അതിനുശേഷം നമ്മളിതാ ഓരോ ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഉണ്ട പിടിച്ചെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരണേ. അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടെ കുറച്ചും കൂടെ ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിയാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് നന്നായിട്ടൊന്ന് ശർക്കര പൊടിച്ചെടുക്കുക. അതിനുശേഷം ഞാനിത് എല്ലാം തന്നെ ഉണ്ട പിടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം അത് ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അതിനായിട്ട് ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒരു റിങ് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേൽഭാഗത്ത് വെച്ച് അടച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇല്ലാണ്ടെങ്കിൽ ഇഡലി പാത്രത്തിലും നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.